ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് ഇന്നും വളരെ ഷാർപ്പായിട്ട് തന്നെ ഫോൾ ചെയ്തിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻസ് കാരണം തന്നെയാണ് ഈ ഒരു ഫോൾ. സെൻസെക്സ് 880 പോയിന്റോളം ഇടിഞ്ഞ് 79,454 നിഫ്റ്റി 266 പോയിന്റോളം ഇടിഞ്ഞ് 24,008 വന്ന് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. സ്മോൾ ക്യാപ്പ് 0.6% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇനി ടോപ്പ് ലോസസ് നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക്, പവർ ഗ്രിഡ് കോർപ്പ്, അൾട്രാടെക് സിമെന്റ്, ശ്രീറാം ഫിനാൻസ് തുടങ്ങിയ കമ്പനികളാണ്. ടോപ്പ് ഗെയിനേഴ്സിൽ വരുന്നത് ടൈറ്റൻ കമ്പനി, ടാറ്റ മോട്ടോഴ്സ്, L&T, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനികളാണ്. ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ റിയൽറ്റി സെക്ടർ 2.5% ഇടിഞ്ഞിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 2.3% ഇടിഞ്ഞിരുന്നു. പ്രൈവറ്റ് ബാങ്ക്സും ഏകദേശം 1.3% ഇടിഞ്ഞിരുന്നു. ഇനി മീഡിയ സെക്ടർ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ക്യാപിറ്റൽ ഗുഡ്സ്, PSU ബാങ്ക്സ് തുടങ്ങിയ സെക്ടറുകൾ 0.9 മുതൽ 1.6% വരെ അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇനി അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിലും NSEയിൽ 1738 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തപ്പോൾ 1065 സ്റ്റോക്കുകൾ മാത്രമാണ് അഡ്വാൻസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ റിസൾട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികളെ കുറിച്ചാണ്. കമ്പനികളുടെ മൊത്തം ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ മണ്ഡലം സിമെൻറ്റ്, മാഗ്മണി ഓർഗാനിക്സ്, ടെസ്സൈ പേപ്പർ, അതുൽ ഓട്ടോ, ത്രിവേണി ടർബൈൻ തുടങ്ങിയ കമ്പനികളാണ്. ഫുൾ ലിസ്റ്റ് ഇതിലുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റു അപ്ഡേറ്റുകളിലേക്ക് കിടക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ജിയോ ഫിനാൻസുമായി ബന്ധപ്പെട്ടാണ്. അവർ 1000 കോടിയുടെ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരുടെ ആദ്യത്തെ ബോണ്ട് ഇഷ്യൂ ആണിത്. 500 കോടിയുടെ ബേസ് സൈസും ഒരു 500 കോടിയുടെ കൂടി ഒരു ഗ്രീൻ ഷൂ ഓപ്ഷനും കൂടി അടങ്ങുന്നതാണ് ഈ ഒരു ബോണ്ടിൻ്റെ സ്ട്രക്ചർ വരുന്നത്. 2 വർഷവും 10 മാസമാണ് ഇതിൻ്റെ ടെന്യർ വരുന്നത്. കൂപ്പൺ റേറ്റ് വരുന്നത് 7.19%. കമ്പനി മുമ്പും ഒരു 3000 കോടിയുടെ ബോണ്ട് ഇഷ്യൂ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴത്തെ ഹൈ ഈൽഡ് കാരണം ആ ഒരു ശ്രമം പിൻവലിക്കുകയായിരുന്നു. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. RBIയുടെ റേറ്റ് കട്ട് വന്നിരുന്നു. കൂടാതെ RBIയുടെ സ്റ്റാൻസ് അക്കോമഡേറ്റീവ് സ്റ്റാൻസിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ ഇനിയും റേറ്റ് കട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനുള്ള മെഷേഴ്സ് RBI എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ ബോണ്ട് ഈൽഡിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ ബോണ്ടായിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് RBIയുടെ റെക്കോർഡ് ഡിവിഡൻഡ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. RBI ഗവൺമെൻറ്റിന് 2.5 ലക്ഷം മുതൽ ഏകദേശം 3 ലക്ഷം വരെ FY25 ഡിവിഡൻഡായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. കഴിഞ്ഞ വർഷം ഇത് 2.1 ലക്ഷം കോടിയായിരുന്നു. ഇതിൽ നിന്ന് വളരെ വലിയൊരു ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം RBI വലിയ രീതിയിലുള്ള ഫോറക്സ് സെല്ലിംഗ് നടത്തിയിരുന്നു, റുപ്പിയുടെ വിനിമയ മൂല്യം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അതിൽ നിന്നുണ്ടായ ലാഭം വലിയൊരു എമൗണ്ടാണ്. അതൊക്കെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഡിവിഡൻഡ് വരുന്നത്. ഇത് ഗവൺമെൻറ് ഫിസിക്കൽ ഡെഫിസിറ്റ് കുറക്കാൻ നല്ല രീതിയിൽ സഹായിക്കും. അതുകൂടാതെ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന നോൺ ടാക്സ് റവന്യൂ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റവന്യൂ കൂടിയാണ് ഈ ഒരു RBIയുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. കേന്ദ്രം മുമ്പ് ഈ ഒരു എമൗണ്ട് പ്രൊജക്റ്റ് ചെയ്തിരുന്നത് 2.56 ലക്ഷം കോടിയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതലായിരിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഗവൺമെൻറ് ഇതൊരു വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെയായിട്ട് വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളാണ്. അതിൽ പ്രധാനപ്പെട്ട 2 കമ്പനികളുടെ റിസൾട്ട് മാത്രമേ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളൂ. കൂടുതൽ റിസൾട്ടുകളും കാര്യങ്ങളും നമ്മുടെ ബ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം നോക്കാൻ പോകുന്നത് ബയോകോണിൻ്റെ റിസൾട്ടാണ്. അവരുടെ Q4 പ്രോഫിറ്റ് 153% വർദ്ധിച്ച് 344 കോടിയായിട്ടുണ്ട്. റവന്യൂ 12% വർദ്ധിച്ചിട്ടുണ്ട്. EBITDA 1115 കോടിയായിട്ടുണ്ട്. ജനറിക്സ് ബിസിനസ് നോക്കുകയാണെങ്കിൽ 46% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഇതിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 4500 കോടിയുടെ ഫണ്ട് റൈസ് അപ്രൂവൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 50 പൈസയുടെ ഡിവിഡൻഡാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടാനിയയുടെ റിസൾട്ടാണ്. ബ്രിട്ടാനിയയുടെ Q4 പ്രോഫിറ്റ് 5% വർദ്ധിച്ച് 557 കോടിയായിട്ടുണ്ട്. അവരുടെ റവന്യൂവിൽ വർധനവുണ്ടായിട്ടുണ്ട്. 9.2% വർദ്ധിച്ചിട്ടുണ്ട്. FY25 റവന്യൂ നോക്കുകയാണെങ്കിൽ 16,859 കോടിയായിട്ടുണ്ട്. പ്രോഫിറ്റ് 2,130 കോടിയായിട്ടുണ്ട്. ഈ കമ്പനിയും ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 75 രൂപയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.